ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇപ്പോഴും ജോലി തന്നെയാണോ? ഏത് നേരം ഇങ്ങനെ വർക്കിൽ തന്നെ ഇൻവോൾവ് ആയിരുന്നാലേ വല്ലാതെ ബോറടിക്കും കേട്ടോ. അതൊന്നും കുഴപ്പമില്ല. അതെ, ഒരു ചെറിയ സസ്പെൻസ് ഉണ്ട്. അമ്മേ, അമ്മയ്ക്ക് വേറെ ക്ഷീണമൊന്നുമില്ലല്ലോ? ഇല്ല മോനെ, ഞാൻ ഓടി വന്ന് രാജുവിനെ പിടിച്ചു മാറ്റിയപ്പോ ഒന്ന് വീണു. കൈമുട്ട് ചെറുതായിട്ടൊന്നും അറിഞ്ഞ അത്രേ ഉള്ളൂ. എന്തായാലും പ്രതാപേട്ടൻ കാണാതിരുന്ന ഭാഗ്യമായി. കണ്ടിരുന്നെങ്കില് നമുക്കിങ്ങനെ ഇപ്പോ സമാധാനത്തോടെ നിൽക്കാൻ പറ്റില്ലായിരുന്നു. ഇപ്പൊ അവളുടെ ഭരണം എങ്ങനെയാ? അംബികയുടെ. അംബിക മാത്രല്ലല്ലോ, മസാല ദോശയുടെ കൂടെ വടയും ഉണ്ടാവില്ലേ? വടയോ? അതാരാ? മകൻ ദീപക്. അമ്മ എവിടെയുണ്ടോ അവിടെ മകനും ഉണ്ട്. അതാ മസാല ദോശയും വടയും. അമ്മയും മകനും കൂടി ചേർന്ന് ആ വീട്ടിലുള്ളവരെ തകർക്കാൻ ഓരോ പ്ലാൻ ഉണ്ടാക്കും. അത് ഋതികമ്മയുടെ ഇടപെട്ട് തകർക്കും. ഈയിടെയായിട്ട് അങ്ങനെ അംബികയും മകനും ശരിക്കും നാണം കെട്ടിരിക്കുക. അല്ലമ്മേ, വർമ്മ സാറിന് ജഗന്നാഥൻ എന്നൊരു ഫ്രണ്ട് ഉള്ളതായിട്ട് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അദ്ദേഹത്തെ കാണാൻ ഒരു ശ്രമം നടത്തുകയും ചെയ്തു. എന്റെ കഷ്ടകാല ജീവിതത്തിൽ ഒരു കഥാപാത്രമാ ഈ ജഗന്നാഥേട്ടൻ. വെറും പാവാ. അദ്ദേഹത്തെ ഞാനും ഋതിക മാഡം കൂടി അംബികയുടെ ഒരു തടവറയിൽ കണ്ടിരുന്നു. പോലീസിനെ വിളിച്ചു വരുത്തി ആ മനുഷ്യനെ മോചിപ്പിക്കാൻ ഞങ്ങള് ഒരു ശ്രമവും നടത്തിയതാ. പക്ഷെ പോലീസ് എത്തിയപ്പോഴേക്കും അവര് അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റിയിരുന്നു. കാലില് വെടിയേറ്റ നിലയില് ഞാൻ ജഗന്നാഥേട്ടനെ കണ്ടിരുന്നു. ഉറപ്പായിട്ടും ജഗന്നാഥേട്ടൻ ഇപ്പോഴും അവളുടെ കസ്റ്റഡി തന്നെ ആയിരിക്കും. അതെന്താമേ അദ്ദേഹത്തെ പിടിച്ചവര് പൂട്ടിയിട്ടിരിക്കുന്ന? ജഗന്നാഥേട്ടൻ പുറത്തു വന്നാ ഇവര് ചമച്ച എല്ലാ കള്ളക്കഥകളും പുറത്തു വരില്ലേ, അതുകൊണ്ടാ. ഞാനൊരു അന്വേഷണം നടത്താം. അംബികയുടെ കസ്റ്റഡിയിൽ അദ്ദേഹം ഉണ്ടെങ്കിൽ ഞാൻ രക്ഷപ്പെടുത്തും. മുൻ പോവല്ലേ, ഞാൻ ഇപ്പൊ വരാം. ഒരു കാര്യം തന്നേക്കാനുണ്ട്. ശരി അമ്മേ. അമ്മ എവിടെ വരുന്ന? കോടാനുകോടി രൂപയുടെ സ്വത്തുള്ള സൂര്യമംഗലത്തെ തമ്പുരാട്ടിയാ ഇവിടെ വന്ന് ഈ വാടക വീട്ടിൽ ജീവിക്കുന്ന. ഓരോരുത്തരുടെ ഓരോ കഷ്ടകാലേ. മോനെ, ഇത് ഋതുമോൾക്ക് കൊടുക്കണം. കുറച്ച് സ്വീറ്റ്സാ. ശരിയമ്മേ, എന്ന് ഞാൻ ഇറങ്ങട്ടെ. മോനെ, എനിക്ക് ഋതുമോളെ നിന്നെയും ഒന്ന് ഒരുമിച്ച് കാണണം. പ്രതാപേട്ടനൊന്നും അറിയാതെ ഒരുമിച്ച് കണ്ടാ മതി. ഞാൻ വിളിക്കാം, പക്ഷേ കൂടിക്കാഴ്ച ഇവിടെ വെച്ച് വേണ്ട. ശരിയമ്മേ. മോന റോഡിലേക്ക് കയറിയാ മതി, ഓട്ടോറിക്ഷ കിട്ടും. ശരി, ഞാൻ പോയിക്കോളാം. ശരിയമ്മേ.
ഐഷു കുട്ടി, അല്ല എല്ലാരും എന്തി? അകത്തുണ്ട്. ഋതിക ആന്റിയോ? ഋതിക ആന്റി ആന്റിയുടെ മുറിയിലുണ്ട്. ആ, മോള് കളിച്ചോ? ഇത് സ്വന്തം അമ്മ ഉണ്ടാക്കി തന്നു വിട്ടാണെന്ന കാര്യം തൽക്കാലം മാഡം അറിയണ്ട. ഈ സ്വീറ്റ്സ് ഐഷുവിനെ കൊണ്ട് മാഡത്തിന് കൊടുപ്പിക്കാം. ഏയ്, ഐഷു കൊടുത്താലും ഞാൻ കൊണ്ടുവന്നാണെന്നല്ലേ മാഡം വിചാരിക്കൂ. അതെന്തായാലും വേണ്ട. മോളെ ഐഷു. എന്താ മാമ? ആ, മോള് വാ. ആ. ഇപ്പോഴും ജോലി തന്നെയാണോ? ആ. ഹാ, ഏത് നേരം ഇങ്ങനെ വർക്കിൽ തന്നെ ഇൻവോൾവ് ആയിരുന്നാലേ വല്ലാതെ ബോറടിക്കും കേട്ടോ. അതൊന്നും കുഴപ്പമില്ല. അതെ, ഒരു ചെറിയ സസ്പെൻസ് ഉണ്ട്.